സൗണ്ട് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി സാബുമാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഷാനവാസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഷാനവാസ് ശരിക്കും ജയിലിൻ്റെ പുറത്ത് കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും ആ എറിഞ്ഞത് അത് മാവ് തന്നെയാണ്. കാരണം ഞാനാണ് ബിന്നീൻ്റെ തലയിൽ നിന്ന് അതെടുത്ത് മാറ്റിയത്. ആദ്യം ബിന്നി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് സാബുമാൻ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ചെയ്യാൻ ഷാനവാസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ടോയ്ലറ്റിൽ പോകാൻ അത്രയും അർജൻറ്റുള്ള ആൾ എന്തിനാണ് അവിടെ ആലോചിച്ച് അത്രയും നേരം ഇരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും ഷാനവാസ് പുറത്തിറങ്ങിയിട്ട് കുറേ നേരം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അയാൾ ശരിക്കും ഒരു സ്ക്രിപ്റ്റ് ആലോചിച്ച് വെക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അത് എല്ലാവരുടെ അടുത്തും പോയി സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ശരിക്കും ബിന്നി ചോദിച്ചത് അതൊരു പോയിന്റ് തന്നെയല്ലേ. ആ ഒരു സമയത്ത് എന്തുകൊണ്ട് ടോയ്ലറ്റിൽ പോകണമെന്ന് അയാൾ പറഞ്ഞില്ല. അത്രയും നേരം അയാൾ അവിടെ മിണ്ടാണ്ട് തന്നെയാണ് ഇരുന്നത്. പിന്നീടാണ് ഈ ഒരു കാര്യം എടുത്തിടുന്നത്. ശരിക്കും ഷാനവാസ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് ശരിയാണെന്ന് തന്നെ തോന്നിപ്പോകുന്ന സാബുമാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ അക്ബർ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതും ശരിയാണെന്നാണ് തോന്നിപ്പോകുന്നത്. അനുമോള് പറയുന്ന കാര്യങ്ങളും ചിലതൊക്കെ മനസ്സിലാവും. ഈ രണ്ട് കള്ളന്മാരുടെ നടുവിൽ നിന്ന് അനുമോള് പറയുമ്പോൾ അനുമോൾ ഒരു പാവമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അനുമോളാണെങ്കിൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അനുമോൾ പറയുന്നത്. അനുമോൾ ഒരു പാവമാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്.